മായയും കസ്തൂരിയും മരുമക്കളാണ്. ഭർത്താക്കന്മാർ മരിച്ചപ്പോൾ അമ്മായിയമ്മയുടെ ഒപ്പമാണ് താമസിച്ചിരുന്നത്. അമ്മായിയമ്മയുടെ പേര് സുമൻ എന്നാണ്. അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കുമായിരുന്നില്ല. ആനന്ദസ്വാമിയുടെ ആശ്രമത്തിൽ സേവ ചെയ്ത് അവർ തരുന്ന ഭക്ഷണമാണ് അവർ 3 പേരും കഴിച്ചിരുന്നത്. ഇങ്ങനെ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സ്വാമിജി ഇങ്ങനെ പറയുന്നു: നോക്കു മക്കളെ, ഇത്രയും ദിവസം നിങ്ങളെനിക്ക് സേവ ചെയ്തു. അതിന് ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഇനി മുതൽ ഞാൻ ഉണ്ടായിരിക്കില്ല. തീർത്ഥയാത്രയ്ക്ക് പോകണം. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. ഞാനെല്ലാം ശരിയാക്കിയിട്ടേ പോവൂ. ഇത് നോക്ക്, ഈ ലക്ഷ്മീദേവിയുടെ മൂർത്തിക്ക് എല്ലാ ദിവസവും പൂജ ചെയ്യണം. ദേവി നിങ്ങളെ ആശീർവദിക്കുകയും സഹായിക്കുകയും ചെയ്യും. അവർക്ക് ആ മൂർത്തി കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അമ്മായിയമ്മയും മരുമക്കളും എല്ലാ ദിവസവും ശ്രദ്ധയും ഭക്തിയോടും കൂടി ലക്ഷ്മീദേവിയുടെ പൂജ ചെയ്യുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ദേവിയെ നേരിൽ കാണുന്നു. ദേവിയെ കണ്ട് അവർ സന്തോഷിക്കുന്നു. ഭക്തരെ, നിങ്ങൾക്ക് ഞാൻ വരം തരുന്നു. ഈ കുടമെടുക്കൂ. ഈ കുടത്തിൽ 3 വരങ്ങളുണ്ട്. നിങ്ങൾ എന്തു ചോദിച്ചാലും അതിൽ നിന്ന് ഒരു മാന്ത്രിക വൃക്ഷം വന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ദേവി ഇങ്ങനെ പറയുന്നു. അത് കേട്ട് അവർ സന്തോഷിക്കുന്നു. ദേവിയോട് നന്ദി പറയുന്നു. അതിനുശേഷം ദേവി അവിടെ നിന്ന് പോകുന്നു. ഇവർ 3 പേരും ആ കുടമെടുത്ത് ആശ്രമത്തിനു മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അമ്മായിയമ്മ ഇങ്ങനെ പറയുന്നു: എനിക്ക് വിവിധതരം ഭക്ഷണം വേണം. പെട്ടെന്ന് അവിടെ ഒരു മാന്ത്രിക വൃക്ഷം വരുന്നു. അവർക്കിഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും അതിൽ നിന്ന് വരുന്നു. അത് കണ്ട് അവർ സന്തോഷിക്കുന്നു. അപ്പോൾ മൂത്ത മരുമകൾ ആ കുടമെടുത്ത് ഇങ്ങനെ പറയുന്നു: എനിക്ക് ഒരുപാട് പണം വേണം. ഉടനെ തന്നെ അവിടെ ഒരുപാട് പണം വരുന്നു. ആ വൃക്ഷം പണം കൊണ്ട് നിറയുന്നു. അത് കണ്ട് അവർ പിന്നെയും സന്തോഷിക്കുന്നു. അപ്പോൾ 2ാമത്തെ മരുമകൾ ആ കുടമെടുക്കുന്നു. എനിക്ക് സ്വർണത്തിന്റെ മാല വേണം. ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ വേറെ ഒരു വൃക്ഷം പ്രത്യക്ഷപ്പെടുന്നു. ആ വൃക്ഷം നിറയെ സ്വർണമാണ്. അവർ 3 പേരും സന്തോഷിക്കുന്നു. അവർ അവിടെ തന്നെ ഒരു വീടുണ്ടാക്കുന്നു. മൂത്ത മരുമകൾ അവളുടെ പൈസ കൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങൾ വെറുതെ പണം ചിലവാക്കി വാങ്ങുന്നു. 2ാമത്തെ മരുമകൾ വിവിധതരം മാലകൾ ഉണ്ടാക്കി അതിട്ട് നടക്കുന്നു. അവൾ അവളുടെ സാരികൾ പോലും സ്വർണം കൊണ്ടുണ്ടാക്കി. അമ്മായിയമ്മ അവർക്കിഷ്ടമുള്ള ആഹാരം ചോദിച്ച് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. ഇങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവർ എവിടെ പോയാലും ഇവരെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു. അവരുടെ ജാലവിദ്യകളെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. നമ്മൾ എവിടെ പോയാലും എല്ലാവരും നമ്മളെ തന്നെയാണ് നോക്കുന്നത്. എനിക്ക് സന്തോഷമാകുന്നു. ഇങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുന്നു. ഇങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അവർ തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു. അപ്പോൾ മൂത്ത മരുമകൾ മായ ഇങ്ങനെ പറയുന്നു: ഇനിയൊരു നിമിഷം പോലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്റെ മാന്ത്രിക വൃക്ഷത്തിന്റെ ഒപ്പം വേറെ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. അതവർ സമ്മതിക്കുന്നു. അപ്പോൾ തന്നെ മായ അവളുടെ മാന്ത്രിക വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകുന്നു. മാന്ത്രിക വൃക്ഷം, നീ എന്നെ ഒരു നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. അവിടെ നമുക്ക് സുഖമായി ജീവിക്കാം. ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ആ വൃക്ഷം ശരിയെന്ന് പറഞ്ഞ് അവർ 2 പേരും അവിടുന്ന് പോകുന്നു. ആ മാന്ത്രിക വൃക്ഷം ഒരു സുന്ദരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. മായ അത് കണ്ട് സന്തോഷിക്കുന്നു. ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് പണം തരൂ. ഞാൻ ഇവിടെ ഒരു സുന്ദരമായ വീടുണ്ടാക്കാം. അത് പറഞ്ഞതും വൃക്ഷം അവൾക്ക് പണം കൊടുക്കുന്നു. ആ പണം കൊണ്ട് ഒരു വലിയ വീടുണ്ടാക്കി അവിടെ തന്നെ സന്തോഷമായി ജീവിക്കുന്നു. 2ാമത്തെ മരുമകൾ കസ്തൂരിയും
അവളുടെ മാന്ത്രിക വൃക്ഷത്തോട് പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ആ സ്വർണത്തെ വെച്ച് അവിടെ തന്നെ ഒരു വലിയ വീടുണ്ടാക്കി സന്തോഷമായി അവൾ ജീവിക്കുന്നു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു. രണ്ടാമത്തെ മരുമകൾ ആ മാന്ത്രിക വൃക്ഷത്തോട് ഇങ്ങനെ പറയുന്നു: മാന്ത്രിക വൃക്ഷം, ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും എന്നെ കണ്ട് ഞെട്ടി എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. അത് പോരാ, എനിക്ക് പുതിയ ഡിസൈനുകൾ വേണം. അത് തരൂ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ അവിടെ വരുന്നു. കൊച്ചമ്മേ, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരൂ, എനിക്ക് വിശക്കുന്നു. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേറെ ഒരു പണിയുമില്ലേ? മിണ്ടാതെ പൊയ്ക്കോ. എന്റെ കയ്യിൽ ഒന്നുമില്ല. കൈയിനും കാലിനും ഒരു പ്രശ്നവും ഇല്ലല്ലോ, പിന്നെന്തിനാ ഭിക്ഷ എടുക്കുന്നേ? എന്നെ കാണാൻ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, എനിക്ക് തീരെ വയ്യ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ കൊച്ചമ്മേ. മിണ്ടാണ്ട് പൊക്കോ, പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇങ്ങനെ ചീത്ത പറഞ്ഞ് അയക്കുന്നു. അത് കഴിഞ്ഞ് മാന്ത്രിക വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അത് വിട്, നീ എനിക്ക് പുതിയ ഡിസൈൻസ് തരൂ. ഞാൻ നിനക്ക് ലോകത്തുള്ള എല്ലാ ഡിസൈൻസും തന്നു. പുതിയതും കുറെ തന്നില്ലേ? ഇനി എന്നെക്കൊണ്ട് പറ്റില്ല. എന്ത്? നിനക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലേ? നീ മാന്ത്രിക വൃക്ഷം അല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ അത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിന്റെ കയ്യിൽ കുറെ സ്വർണമില്ലേ? ആ ഭിക്ഷക്കാരന് കുറച്ചു കൊടുത്താൽ എന്തുണ്ടാകുമായിരുന്നു? അയാൾ അതെടുത്ത് സന്തോഷത്തോടെ ജീവിച്ചേനെ. നീ എന്താ കൊടുക്കാതിരുന്നേ? ഞാൻ നിന്നോട് എന്താണ് ചോദിക്കുന്നത്? നീ അവന്റെ കാര്യം വിട്, എന്റെ കാര്യം നോക്ക്. പുതിയ മാല തരുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് തരാൻ പറ്റില്ല. നീ എന്നെ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ എനിക്ക് നിന്റെ ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ആ വൃക്ഷം മുറിച്ചു മാറ്റുന്നു. അങ്ങനെ ചെയ്തപ്പോൾ അവിടെ നിന്ന് ആ വൃക്ഷം അപ്രത്യക്ഷമായി. അപ്പോൾ അവളുടെ കഴുത്തിലുള്ള മാലയും ബാക്കിയുള്ളതെല്ലാം അപ്രത്യക്ഷമാകുന്നു. അവൾ പഴയ പോലെ ആകുന്നു. അവൾ വിഷമിച്ച് അവളുടെ ചേട്ടത്തിയെ അന്വേഷിച്ചു പോകുന്നു. ഇതുപോലെ മായ അവളുടെ ഇഷ്ടത്തിന് പണം ചിലവാക്കുന്നു, ആവശ്യത്തിനും അനാവശ്യത്തിനുമായി. നീ പണം വെറുതെ ചിലവാക്കുകയാണോ? എത്ര പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാനില്ല. അവരെയൊക്കെ നിനക്കൊന്ന് സഹായിച്ചുകൂടെ? നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എനിക്ക് എന്തെപ്പോ ചെയ്യണമെന്ന് അറിയാം. നിന്റെ ജോലി പണം തരാനാണ്. അത് മാത്രം ചെയ്താൽ മതി. പണം വെറുതെ ചിലവാക്കുന്നവർക്ക് പണം കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ നീ കാരണം 10 പേർക്ക് ജീവിക്കാം. ഇങ്ങനെ പറയുമ്പോൾ മായ മാന്ത്രിക വൃക്ഷത്തെ എതിർത്ത് സംസാരിക്കുന്നു. ഇങ്ങനെ അവർ സംസാരിക്കുമ്പോൾ മായ ദേഷ്യത്തിൽ വൃക്ഷത്തെ നന്നായി ചവിട്ടുന്നു. അപ്പോൾ തന്നെ മാന്ത്രിക വൃക്ഷം അപ്രത്യക്ഷമാകുന്നു. അതിനോടൊപ്പം പണവും വീടും എല്ലാം അപ്രത്യക്ഷമാകുന്നു. മായയും തിരിച്ചു പഴയതുപോലെയാകുന്നു. അവൾ വിഷമിച്ച് അമ്മായിയമ്മയെ തേടിപ്പോകുന്നു. രണ്ടുപേരും വഴിയിൽ വെച്ച് കാണുന്നു. അവരുടെ അവസ്ഥകളെക്കുറിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പൈസയുടെ ആർത്തി കൊണ്ട് തെറ്റ് ചെയ്തു. അമ്മായിയമ്മയും നമ്മളെപ്പോലെ ആയിട്ടുണ്ടാകുമോ? പാവം, എങ്ങനെയാവോ എന്തോ. ഇങ്ങനെ പറഞ്ഞ് അമ്മായിയമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അവർ ഞെട്ടിപ്പോകുന്നു. അവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നു. അത് കണ്ട് രണ്ടുപേരും ഞെട്ടി. എന്തുപറ്റി മക്കളെ? നിങ്ങൾ രണ്ടുപേർക്ക് എന്തുപറ്റി? അമ്മായിയമ്മേ, ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായി. ആദ്യം ഭക്ഷണം തരൂ, എന്നിട്ട് പറയാം. ദയ തോന്നി ശരിയെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കുന്നു. അവർ അത് കഴിച്ച് എല്ലാ കാര്യങ്ങളും അമ്മായിയമ്മയോട് പറയുന്നു. നോക്കു മക്കളെ, നിങ്ങളെപ്പോലെയുള്ള അഹങ്കാരം എനിക്കും വന്നതാണ്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നു. ഞാൻ വളരെ മോശമായി പെരുമാറി. അപ്പോൾ മാന്ത്രിക വൃക്ഷം എന്നോട് പറഞ്ഞതെന്താണെന്നറിയോ? സുമൻ, എന്തിനാ ഇങ്ങനെ പറയുന്നത്? അയാളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത്? അയാൾക്ക് ഭയങ്കര വിശപ്പുണ്ടാകും. അത് ശരിയാണ്, പക്ഷെ ഞാനെന്താ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം വിശപ്പിന്റെ അവസ്ഥ. ഇപ്പോൾ എല്ലാം ഞാൻ കഴിക്കുന്നു.
ഇങ്ങനെ ശീലമായപ്പോൾ കഷ്ടപ്പാടിന്റെ ആ ദിനങ്ങൾ ഞാൻ മറന്നുപോയി. കഷ്ടപ്പാടിനെയും വിശപ്പിന്റെയും അവസ്ഥ അറിയുന്ന നീ ഇങ്ങനെ ചെയ്താ എങ്ങനെ ശരിയാകും? അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്ക്. ഇങ്ങനെ പറഞ്ഞു മക്കളെ. അപ്പോൾ തന്നെ അവരെ വിളിച്ച് ഞാൻ ഭക്ഷണം കൊടുത്തു. അവർക്ക് ഭയങ്കര സന്തോഷമായി മക്കളെ. കൊച്ചമ്മേ, ആഴ്ച മുഴുവൻ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി. ആ വൃക്ഷം എന്റെ കണ്ണു തുറന്നു. അതുകൊണ്ട് അവരോട് ഞാൻ എന്നും വരാൻ പറഞ്ഞു. അവരുടെ കൂടെയുള്ളവരെയും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ തൊട്ട് ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് വൃക്ഷത്തിൽ നിന്നും ഭക്ഷണം കൊടുക്കുകയാണ്. ഇങ്ങനെ അമ്മായിയമ്മ എല്ലാ കാര്യങ്ങളും പറയുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അമ്മായിയമ്മേ, നിങ്ങൾ ശാന്തമായി ആലോചിച്ചു. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായത്. അങ്ങനെ അവർ വിഷമിക്കുന്നു. അമ്മായിയമ്മ അവർ രണ്ടുപേരെയും സ്വീകരിക്കുന്നു. അവർ അവിടെ ജീവിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഭക്ഷണം 1 രൂപയ്ക്ക് അവർ വിൽക്കുന്നു. കിട്ടുന്ന പൈസ കൊണ്ട് അവർ വസ്ത്രങ്ങൾ വാങ്ങി സന്തോഷമായി ജീവിക്കുന്നു. കുറെ ആളുകളുടെ വിശപ്പ് മാറ്റുന്നു. അതുകൊണ്ട് മാന്ത്രിക വൃക്ഷം സന്തോഷിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.